അയ്യപ്പേട്ട ഇന്നലെയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ തള്ളി. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതായ പ്രഖ്യാപനം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പ്രഖ്യാപിച്ചു. അതിനെ തുടർന്ന് VD സതീശൻ ഉൾപ്പെടെയുള്ള എല്ലാവരും കോൺഗ്രസിനെ നടപടി ഭയങ്കര ശ്ലാഘനീയമായിരുന്നു. എല്ലാവരും പാർട്ടി ഭയങ്കര അറിയാലോ, ആ വിഷയങ്ങളൊക്കെ അറിയാം. അത് നമുക്ക് നേരെ മറിച്ച് ഇനി CPM-ലേക്ക് വരികയാണെങ്കിൽ ഒരു പിടി നേതാക്കളുണ്ട്. മുകേഷിൻ്റെ കാര്യം ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത് മുകേഷ് പാർട്ടി മെമ്പറൊന്നും അല്ലല്ലോ, പാർട്ടി അംഗത്വം ഇല്ലാത്ത കാര്യം പറഞ്ഞു. ഇനി പാർട്ടി അംഗത്വം ഉണ്ടായിരുന്ന ശശി, PK ശശി, പിന്നെ വൈശാഖൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതാണ്. പാർട്ടിയിൽ ഒരു കോടതി സംവിധാനത്തിലൂടെ പാർട്ടി കോടതിയിൽ ശിക്ഷ വിധിക്കുക. അവർ അങ്ങ് ഇവർക്ക് തന്നെ ഈ പരാതികൾ പാർട്ടിയുടെ അടുത്തേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് DGPക്ക് കൈമാറാനോ പോലീസ് സ്റ്റേഷനിൽ കൈമാറാനോ നിൽക്കുന്നില്ല? അപ്പോൾ CPM-ന്റെ ഇതൊരു ഇരട്ടത്താപ്പല്ലേ ഇത്? അതായത് അതിനെ സംബന്ധിച്ച് ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് MC ജോസഫൈൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിയിലൊരു നേതാവ് MC ജോസഫൈൻ മരിച്ചുപോയി. ഈ MC ജോസഫൈൻ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾക്ക് പോലീസുണ്ട്. വനിതാ കമ്മീഷൻ ഉണ്ടായിരുന്നു. ജോസഫൈൻ എന്ന് പറഞ്ഞാൽ VS പക്ഷക്കാരിയായിട്ട് ഇവിടെ കൊച്ചിയിൽ ഉണ്ടായിരുന്നതാണ്. മേഴ്സിക്കുട്ടിയോടൊപ്പമൊക്കെ VS പക്ഷ സുജാതയ്ക്കൊപ്പമൊക്കെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾക്ക് പോലീസുണ്ട്, ഞങ്ങൾക്ക് കമ്മീഷനുണ്ട്, ഞങ്ങൾ തന്നെ അതൊക്കെ കണ്ടെത്തും, ഞങ്ങൾ തന്നെ കുറ്റത്തിന് ഞങ്ങൾ ശിക്ഷ വിധിക്കുമെന്ന് ജോസഫൈൻ പറയുന്ന ഒരു വിഷ്വൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ തുഫയില് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, CPM എന്ന പാർട്ടിയെ സംബന്ധിച്ച് അവരാണ് മുമ്പ് അനുഭവിച്ചെന്നുള്ള രീതിയിൽ മനോരമ ന്യൂസിന്റെ പരിപാടിക്ക് പറഞ്ഞത്. പെൺകുട്ടിയുടെ സ്ത്രീ പരാതി നൽകിയുമായി ബന്ധപ്പെട്ട് അവർ അനുഭവിച്ചോ എന്ന രീതിയിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഈ ജോസഫിന്റെ പരാമർശം. തീർച്ചയായിട്ടും അതാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതായത് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് പരാതികൾ കൊടുത്താൽ പാർട്ടിക്ക് കോടതിയുണ്ട്. പാർട്ടി ഈ ആരോപണങ്ങൾ പാർട്ടി കമ്മിറ്റി വെച്ചിട്ട് പാർട്ടി കമ്മിറ്റിയിൽ ഈ പറയുന്ന പോലെ അയാൾക്ക് ഒരു സ്ഥാനത്തിരിക്കുന്നതിൽ അവൻ്റെ സ്ഥാനത്ത് നിന്ന് താഴേക്ക് ഇറക്കും. ഒരു കമ്മീഷൻ രൂപീകരിക്കും. ആ കമ്മീഷന് മുമ്പിൽ ചെന്ന് പരാതി പറയേണ്ട ആളുടെ കാര്യങ്ങൾ കേൾക്കും. എന്നിട്ട് ഒരു അന്തിമ വിധി കൽപ്പിക്കും. ഇത് വെളിയിൽ വേറെ ആരും അറിയാനും പോവില്ല. അപ്പോൾ നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ P ശശി, ഇപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ പറഞ്ഞ പേരുകളിൽ P ശശി, PK ശശി, ഈ രണ്ട് പേരുകളും നമുക്ക് വളരെ പ്രസിദ്ധമായിട്ട് അറിയാം. പിന്നെ നമുക്ക് മറ്റ് പേരുകൾ വഴിയേ തന്നെ പറയാം. ഈ P ശശിയുടെ വിഷയം എന്താണ് സംഭവിച്ചത്? P ശശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കണ്ണൂർ തന്നെയുള്ള ഒരു പ്രമുഖനായ നേതാവ്, അതായത് കണ്ണൂർ തന്നെയുള്ള CKP പത്മനാഭൻ എന്ന പാർട്ടി കുടുംബം, കണ്ണൂരുള്ള പാർട്ടി കുടുംബത്തിൽ പത്മനാഭൻ്റെ മകൾക്ക് നേരെയാണ് P ശശിയുടെ പേരിലുണ്ടായ അലിഗേഷൻ. എന്നിട്ട് P ശശി ഇന്നിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? P ശശിയുടെ പേരിൽ അന്വേഷണം പോയി. പാർട്ടി കോടതി അത് തീവ്രത കുറഞ്ഞ പീഡനമാണ്. ചെയർമാൻ PK ശശി. അപ്പം P ശശി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? P ശശി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആളാണ് P ശശി, ചില്ലറക്കാരനല്ല. അപ്പോൾ ഈ പാർട്ടി നടപടി എന്ന് പറയുന്ന ഇവിടെ ഇന്ന് എറണാകുളത്ത് പത്രസമ്മേളനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ VD സതീശൻ പറഞ്ഞപ്പോൾ ഈ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഈ സ്ത്രീ വിഷയ കേസിന് ജയിലിൽ കിടന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വലത്തും ഇടത്തും ഉണ്ടായിരുന്നല്ലോ എന്ന് കോൺഗ്രസിൻ്റെ. അവരാരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലല്ലോ എന്ന്. ശരിയാവട്ടെ, അവരാരെയും പുറത്താക്കിയില്ലെങ്കിലും ഈ രീതിയിൽ ഒരാളെ പുറത്താക്കി എന്നുള്ളൊരു മാതൃകയെങ്കിലും കാണിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞത് എൽദോസ് കുന്നപ്പള്ളിയുടെയും അവർ രണ്ടുപേരും കാര്യമാണ്. വിൻസെന്റിന്റെ കാര്യവും എൽദോസിന്റെ കാര്യവും എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെയുള്ള ഒരു ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും മാതൃകപരമായിട്ട് അവർ ചെയ്തല്ലോ. ഇവിടെ P ശശി എന്ന് പറയുന്ന വ്യക്തി അത് ചെയ്തപ്പോൾ ശശിക്ക് കലവറയില്ലാത്ത പിന്തുണ കൊടുക്കുകയും ശശിയെ തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വെച്ചപ്പോൾ അന്ന് മലപ്പുറത്തുള്ള സഖാക്കൾ പറഞ്ഞു ഇത് അവസാനത്തെ ആണി അടിക്കാനാണ് ഈ വ്യക്തിയെ കൊണ്ട് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ശശിയെ നിങ്ങൾ ഇതിനകത്ത് കൊണ്ട് കയറ്റുന്നത് ഈ ഭരണത്തിന് ആണി അടിക്കാനാണെന്ന്. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പണ്ട് നയനാർ ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്ന 3-ാം ടൈമായിരുന്നു. കേരളത്തിൽ 3 തവണ മുഖ്യമന്ത്രിയായ ആളാണ് നയനാർ. അന്ന് ഞാൻ എൻ്റെ നല്ല ചെറുപ്പകാലമാണ്. ഞാൻ മൂന്നാമത്തത് 96 മുതൽ 1996 മുതൽ 2001 വരെ. അതെ, ഞാൻ അന്ന് സെക്രട്ടേറിയറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ശശി എന്ന് പറയുന്ന മനുഷ്യൻ്റെ തേർവാഴ്ചയുടെ പീക്ക് പോയിന്റ് ആണ്. അന്ന് അദ്ദേഹം അവിടെ ഈ പറയുന്ന പോലീസിലെ പലരെയും അടക്കി വാണിരിക്കുന്ന സ്ഥലമാണ്. അതിനുശേഷം ഈ പാർട്ടി തിരിച്ച് ഭരണത്തിലേക്ക് വരാൻ എത്ര പാടുപെട്ടെന്ന് പറയും. ഈ നയനാരെയൊക്കെ നയനാര മോനെയൊക്കെ വിതുര പെൺവാണി കേസിലൊക്കെ പെടുത്തിയതാരാണ്? കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം പാർലർ കേസ് ഒതുക്കിയതാരാണ്? ഈ പറയുന്ന നിരവധി കേസുകൾ എന്തിനു പറയുന്നത്? നമ്മളിരുന്ന് ഈ സംസാരിക്കുന്ന ഈ സ്ഥാപനം ക്രൈമിൻ്റെ പത്രാധിപർ നന്ദകുമാറിനെ ഐസ്ക്രീം കേസ് കൊണ്ടുവന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ പെടുത്താൻ പെട്ട പാടറിയാമല്ലോ. അദ്ദേഹത്തിന് ലാവ്ലിൻ കേസ് കൊണ്ടുവന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് എഡിറ്റർ അദ്ദേഹത്തിന് ഈ കേസ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കത്തിച്ചതിന് പിന്നിൽ P ശശിയെ വലിയ പങ്കുണ്ട്. അപ്പോൾ ആ P ശശിക്ക് കലവറയില്ലാത്ത
പിന്തുണ കൊടുത്ത് അദ്ദേഹത്തിനെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയപ്പോൾ നമ്മൾ സംസാരിച്ച കണ്ണൂരത്തെ പാർട്ടി കുടുംബാംഗമായ CK പത്മനാഭന്റെ മകൾക്കെതിരെയാണ് ആരോപണം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നല്ല പറഞ്ഞ്, മറിച്ച് നിങ്ങൾ എന്നെ രോഗിയാക്കി എന്നാണ് CK പത്മനാഭൻ പറഞ്ഞത്. അത് നിങ്ങൾക്കറിയൂ. അതാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്. പിന്നെ PK ശശി കാര്യം, PK ശശി എന്ന് പറയുന്ന വ്യക്തി ആരാണ്? പാലക്കാട് പിണറായി വിജയൻ വന്നാൽ അദ്ദേഹത്തിനെ കൊണ്ടുപോവുകയും വരികയും അദ്ദേഹത്തെ നയിക്കുകയും ഒരു വേള BSൽ നിന്ന് പാലക്കാട് പാർട്ടി പിടിച്ചു കൊടുത്ത ആളാണ് പിണറായിക്ക്. ആ നന്ദി ഉള്ളതുകൊണ്ടാണ് ഇന്നും തൻ്റെ ഘടകമേതെന്ന് തനിക്കറിയില്ല എന്നാണ് ഒരു KTDC ചെയർമാനായ PK ശശി പറഞ്ഞത്. എൻ്റെ ഘടകം എനിക്ക് ഏതെന്ന് അറിയില്ല. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണെങ്കിൽ അയാൾ ഏത് ഘടകത്തിൽ വർക്ക് ചെയ്യണമെന്ന് അയാൾ അറിയണം. ഒരു പാർട്ടി അംഗമാണെങ്കിൽ പാർട്ടി അംഗത്വത്തിൽ ഞാൻ പാർട്ടി പറയുന്ന നിബന്ധനകൾ അനുസരിച്ച് പാർട്ടിക്കൊപ്പം നിന്നുകൊള്ളാം, ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞൊരു കരാറിൽ ഒപ്പിടുന്ന പോലെ ഒപ്പിട്ടാണ് പാർട്ടി അംഗമാകുന്നത്. അയാളിപ്പോൾ ഏത് ഘടകത്തിൽ അംഗമാണെന്ന് അറിയില്ലെങ്കിൽ പിന്നെ ഇയാളൊക്കെ എങ്ങനെ ഈ പറയുന്ന KTDC ചെയർമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? അവിടെ ശശിയെ സംരക്ഷിക്കാനുണ്ട്. ഇതേപോലെ ഈ പറയുന്ന നമ്മൾ ഈ പറഞ്ഞ CK പത്മനാഭന്റെ കേസിൽ ശശിയുടെ കേസിൽ ശ്രീമതി ടീച്ചറും ബഹുമാനപ്പെട്ട AK ബാലനുമാണ് അന്ന് കമ്മീഷൻ അംഗങ്ങളായിരുന്നത്. അവര് അന്വേഷണം നടത്തിയിട്ട് ആ അന്വേഷണത്തിൽ തീവ്രത കുറഞ്ഞതാണോ കഴിഞ്ഞ ദിവസം തന്നെ മഹിളാ അസോസിയേഷന്റെ ഒരു വനിത പറഞ്ഞത് മുകേഷിനത് തീവ്രത കുറഞ്ഞ പീഡനമാണ്. ഇതൊക്കെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗത്തിന് പറയേണ്ട വാക്കുകൾ. അപ്പൊ അത് മറ്റൊരു കാര്യം. അതുപോലെ അതേ ഇപ്പോ കൊല്ലം MLA ആയിരിക്കുന്ന മുകേഷിന്റെ കാര്യത്തിൽ ഇപ്പൊ തുടക്കത്തിൽ തുഫേൽ പറഞ്ഞു, ഈ പറയുന്ന മുകേഷിനെ സംരക്ഷിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞു. ധാർമ്മികതയുടെ പേരിൽ മുകേഷ് രാജിവെക്കണമോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നറിയോ, ധാർമ്മികതയുടെ പടയിൽ അദ്ദേഹം രാജിവെച്ചാൽ MLA പദവി തിരിച്ച് ധാർമ്മികതയുടെ പേരിൽ തിരിച്ചു കൊടുക്കുന്നു. ഇതാണോ ഒരു പാർട്ടി സെക്രട്ടറിയുടെ വാചകം? അപ്പോൾ ധാർമ്മികത എന്ന വാക്കിന് എന്ത് അർത്ഥമാണുള്ളത്? പിന്നെ നമ്മൾ നിരവധി പേരുകളൊക്കെ ഇങ്ങനെ നമുക്ക് പറയേണ്ടി വരും. അതായത് പിന്നെ എന്തോ പറയുക, നമ്മുടെ സ്വർണ്ണക്കൊള്ള പ്രശ്നം, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഈ പത്മകുമാർ ജയിലിൽ കിടക്കുന്നില്ലേ, പാർട്ടി അംഗമല്ലേ? എന്നിട്ട് ഈ പത്മകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. കുറ്റാരോപിതം മാത്രമാണെന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ തെളിവ് അദ്ദേഹം തെറ്റുകാരനാണോ എന്ന് അറിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിനെ ഒരു പാർട്ടി നിവർത്താക്കിയിരുന്നു. ഇല്ലല്ലോ, ഇരട്ടത്താപ്പല്ലേ ഇത്? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോന്ന് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ പാർട്ടി കുടുംബക്കാരായാലും ഇവരായാലും ഇവർ പാർട്ടി കോടതിയിലാണ് ഇങ്ങനെ ഇലയ്ക്കും മുള്ളിനും ഛേദമില്ലാത്ത രീതിയിൽ. ഇപ്പോൾ ശശിയുടെ കേസാണെങ്കിൽ ഇലയ്ക്കും മുള്ളിനും ഛേദമില്ലാത്ത രീതിയിൽ ആ കേസ് ഒതുക്കി തീർത്താണ് ശശി വരുന്നത്. ഇത് ശശിയുടെ വിഷയത്തിൽ DYFI നേതാവാണ് ഉണ്ടായത്. അത് പാലക്കാട്ടത്തെ വിഭാഗീയതയുടെ ഫലമായിട്ട് ശശിക്കെതിരെ ഉണ്ടാക്കിയ കഥയാണ് എന്നൊക്കെയാണ് പാർട്ടി പറഞ്ഞത്. പിന്നെ നമ്മൾ കണ്ട വേറെ ഒരു സംഭവം അറിയാമല്ലോ, നമ്മുടെ സ്വപ്ന സുരേഷിന്റെ വിഷയത്തിൽ ശ്രീരാമകൃഷ്ണന്റെ പേര് മാറിയില്ലേ, ഐസക്കിന്റെ പേര് മാറിയില്ലേ, കടകംപള്ളി സുരേന്ദ്രന്റെ പേര് മാറിയില്ലേ. നമുക്ക് ആ വ്യക്തികളുടെയൊക്കെ ചിത്രം നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ആരൊക്കെയാണ് ഈ പേര് ദോഷം കേട്ടവരുന്നത്, അവരെല്ലാം ഈ പാർട്ടി എങ്ങനെ ഇപ്പോഴും പൊറപ്പിക്കുന്നില്ല, അവരെല്ലാം തന്നെ MLAയും ഒക്കെ ആയിരിക്കുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് ധാർമ്മികതയുടെ പേരിൽ ശ്രമിക്കണ്ട. ധാർമ്മികതയുടെ പേരിൽ ധാർമ്മികതയുടെ പേരിൽ നിങ്ങൾ രാജിവെക്കണം എന്ന് പറഞ്ഞപ്പോൾ ധാർമ്മികത രാജിവെച്ചാൽ ധാർമ്മികതയുടെ പേരിൽ തിരിച്ച് MLA ആവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പൊട്ട വർത്താനം പറഞ്ഞ ഗോവിന്ദനാണ് ഈ പാർട്ടിയുടെ സെക്രട്ടറി. അപ്പം നമുക്കിതിൽ ഒന്നേ പറയാനുള്ളൂ, ഇവർക്കൊരു നീതി, ഇവരുടെ കോടതി, ഇവരുടെ കമ്മീഷൻ, ഇവരുടെ ജഡ്ജി മറ്റൊരു, അവർക്കൊരു നീതി, അവരുടെ രീതികൾ മറ്റൊന്ന്. അതായത് ഈ നമ്മൾ ചില സിനിമ ഡയലോഗ് പറയുമല്ലോ, CPMന് ഈ വഴി തനി വഴി എന്നൊക്കെ പറയണ പോലെ, അങ്ങനെയാണ് ഇപ്പോൾ CPM കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടേതായ വഴിയുണ്ട്. അതുകൊണ്ടാണ് പത്മകുമാർ കിടന്നിട്ട് ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആരോപണ വിധേയരായിട്ടുള്ള ഒരു 10ഓളം പേരെങ്കിലും. പിന്നെ കേരളത്തിന് വേറൊരു കാര്യമുണ്ട്, കേരള സമൂഹത്തിന് ഈ പറയുന്ന പോലെ അവരിപ്പോൾ നടക്കുന്നത് 2 ദിവസം കഴിഞ്ഞാൽ അവർ മറന്നു പോകും. അതുപോലെ ഈ പീഡനം എന്ന് പറയുന്നതൊക്കെ അവരങ്ങ് കളയും. അവരടുത്ത ഇവരെ ചിരിച്ച് കാണിക്കുമ്പോൾ, കൈ വീശുമ്പോൾ ഇവർക്ക് രാഷ്ട്രീയം ഉണ്ടാവും, ഇവർ പോയി വോട്ട് ചെയ്യും, വീണ്ടും ഈ പറഞ്ഞ പേരുകാരൊക്കെ തന്നെ വരും. പിന്നെ ശശി വേണമെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആയി നമുക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിലൂടെ ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അതിനും കൂടി വിധി ഉണ്ടാവുമെന്നാണ്. ആ വിധി കൂടെ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് നമ്മളൊക്കെ ഇപ്പോൾ ജീവിച്ചു പോകുന്നത്.